അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അതുപോലെ വർക്കിംഗ് മദേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഇനി ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ ഒന്ന് വഴന്നു വന്ന ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാലയൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് കുതിർത്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചിക്കൻ സ്റ്റോക്ക് മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ റൈസിന് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പിന്. അപ്പോൾ ഈ ഒരു കപ്പിൽ 5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസ് അരമണിക്കൂർ കുതിർത്തിട്ടുള്ളതാണ്. നല്ലോണം കഴുകി കുതിർത്തതാണ്. ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ വിസിലൊക്കെ വന്ന് ആവി പോയി കഴിഞ്ഞ ശേഷമാണ് ഞാനത് തുറക്കുന്നത്. കണ്ട വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്കൊരു അച്ചാറോ സാലഡോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. അപ്പോൾ വർക്കിംഗ് മംസ് ആണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. അതുപോലെ കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. തീർച്ചയായിട്ടും അവർ ഫുള്ള് കഴിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.